ഏറെ സ്നേഹാധരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെയും സർവശക്തനായ അളവറ്റ ദയാപരനായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ കഴിവിൻ പരമാവധി ജീവിതത്തിലുടനീളം പാലിച്ചു കൊള്ളണമെന്നുള്ള വസിയ്യത്ത് സ്വന്തത്തെ മറക്കാതെ ഓരോ വിശ്വാസിനികളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അത്തരം മുത്തഖീങ്ങളിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. മനുഷ്യരെ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ ഒരു വിശ്വാസി അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറയുന്ന ആദ്യത്തെ മറുപടി പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു. അവൻ്റെ കരുണയും അവൻ്റെ അനുഗ്രഹവും അനുഭവിച്ചറിയാത്ത ഒരു നിമിഷം പോലും മനുഷ്യർക്കിടയിൽ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹുവിൻ്റെ സിഫത്തിനെ സംബന്ധിച്ച് വിശദീകരിച്ച കൂട്ടത്തിൽ അർ-റഹ്മാൻ എന്നുള്ള പദം 56 തവണ അള്ളാഹു ആവർത്തിച്ചു പറയുകയാണ്. അർ-റഹീം എന്നുള്ള പദം 113 സ്ഥലങ്ങളിലും, അർഹമർ റാഹിമീൻ എന്നുള്ള റബ്ബിൻ്റെ ഏറ്റവും ഉത്തമമായ വിശേഷണമടങ്ങുന്ന പരമകാരുണ്യവാൻ്റെ അള്ളാഹുവിൻ്റെ ഏറ്റവും സാരസമ്പൂർണമായ വിശേഷണം 4 പ്രാവശ്യവും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. അർഹമുർ റാഹിമീൻ എന്ന് വെച്ചാൽ നമുക്കറിയാം, കരുണ ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും കൃപയുള്ള അള്ളാഹ്. ഈ 4 ആയത്തുകളിലും അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത് 4 പ്രവാചകന്മാരാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന സൂറത്തുൽ അഅറാഫിലെ 151-ാമത്തെ ആയത്തിൽ കാണാം. റബ്ബിഗ്ഫിർലി വലി അഖീ വഅദ്ഖിൽനാ ഫീ റഹ്മതിക് വഅൻത അർഹമുർ റഹീമീൻ. അള്ളാഹുവേ, എനിക്കും എൻ്റെ സഹോദരനും നീ പുറത്തു തരണം, നിന്റെ കാരുണ്യത്തിൽ ഞങ്ങളെ നീ പ്രവേശിപ്പിക്കണം, കാരണം നീ കരുണയുള്ളവനാണ്, നീ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും കരുണയുള്ള അള്ളാഹ്. മറ്റൊന്ന് യഅ്ഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥനയായ സൂറത്തുൽ യൂസുഫ് അതിലെ 64-ാമത്തെ ആയത്തിൽ റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മക്കൾ പിതാവായ യഅ്ഖൂബ് നബിയോട് വന്നുകൊണ്ട് ആവശ്യപ്പെടുന്ന ഒരു രംഗം. യൂസുഫ് നബി രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പ്രിയപ്പെട്ട പിതാവേ, അനുജൻ ബിൻയാമീനെയും ഞങ്ങളോടൊപ്പം വിടുകയാണെങ്കിൽ വിഭവസമൃദ്ധമായ ഭക്ഷണം ഞങ്ങൾക്ക് ആ രാജാവ് നൽകും. സഹോദരൻ എന്നുള്ള വർത്തമാനം അവനറിയാതെ പിതാവിനോട് പറയുമ്പോൾ യഅ്ഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന പിതാവ് പറയുകയാണ്, മക്കളെ, ഇതുപോലെയല്ലയോ നിങ്ങൾ യൂസുഫിനെ കൊണ്ടുപോയത്, ഇതുപോലെ എന്തെങ്കിലും ആണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ യഅ്ഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്ന രംഗം, ഫല്ലാഹു ഖൈറുൻ ഹാഫിളാ, അള്ളാഹു ഏറ്റവും സൂക്ഷിപ്പുകാരനാണ്, ഏറ്റവും നല്ല സൂക്ഷിപ്പുകാരൻ അള്ളാഹുവാണ്. വഹുവ അർഹമുർ റാഹിമീൻ, അവൻ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും കരുണയുള്ളവനാണ്. മറ്റൊന്ന് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സഹോദരങ്ങളോട് പറയുന്ന ഒരു രംഗം അതേ അധ്യായത്തിലെ 92-ാമത്തെ ആയത്തിൽ നമുക്ക് ഇപ്രകാരം വായിക്കാം. പ്രതികാരദാഹിയായിട്ടാണോ ഞങ്ങളുടെ സഹോദരൻ യൂസുഫ് നബി ഉള്ളത് എന്നുള്ള വേവലാതയോടുകൂടി സഹോദരൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. മന്ത്രിയാണ്, ചോദിച്ചാൽ ആരും അതിനെ എതിർക്കുകയില്ല. പ്രതികാര നടപടിയെടുത്താൽ ഒരാക്ഷേപം ആർക്കും ചെയ്യുവാൻ സാധ്യമല്ല എന്നുള്ള സഹോദരങ്ങൾ യൂസുഫിൻ്റെ മുന്നിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന ആ ഒരു രംഗം വിശുദ്ധ ഖുർആനിലെ ഈ ആയത്തിൽ കാണാം. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സഹോദരങ്ങളോട് പറയുന്ന മറുപടി, ലാ തസ്രീബ അലൈക്കുമുൽ യൗം, ഇന്ന് നിങ്ങളുടെ മേൽ ഒരാക്ഷേപവുമില്ല, ഒരു പ്രതികാര നടപടിയും നിങ്ങളോട് ഞാൻ സ്വീകരിക്കുന്നതല്ല. യഗ്ഫിറുല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ. വഹുവ അർഹമുർ റാഹിമീൻ, അവൻ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും കരുണയുള്ളവനാണ്. മറ്റൊന്ന് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥന നമുക്ക് ഹൃദ്യസ്ഥമാണ്. വർഷങ്ങളോളം അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിൽ നിന്നും അകപ്പെട്ട് റബ്ബിനോട് നൈരന്തര്യമായി പ്രാർത്ഥിച്ചു കൊണ്ടുവന്ന മഹാനായ അയ്യൂബ് നബിയുടെ ഒരു ദുആ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അംബിയാ അതിലെ 83-ാമത്തെ ആയത്തിൽ നമുക്ക് ഇപ്രകാരം വായിക്കുവാൻ സാധിക്കും. അന്നീ മസ്സനിയൽ ദുർർ വ അൻത അർഹമുർ റാഹിമീൻ, കരുണക്കടലായ അല്ലാഹ്, എനിക്ക് ദുരിതം ബാധിച്ചിട്ടുണ്ട് റബ്ബേ, ഇതിൽ നിന്നെല്ലാം നീ എനിക്ക് മോചനം നൽകണേ എന്ന്
വിനയാന്വിതനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന ആ ഒരു രംഗം 4 സ്ഥലങ്ങളിൽ അർഹമുർ റാഹിമീൻ, കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും കൃപയുള്ള റബ്ബ്. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമും അതുപോലെയുള്ള പ്രവാചകന്മാരുടെയും പ്രാർത്ഥനകളാണ്. അള്ളാഹുവിനെ വിശേഷിപ്പിക്കുകയാണ്. സ്വർഗത്തിലെ അനുഗ്രഹങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം റബ്ബുൽ ഇസ്സത്ത് സൂറത്തുൽ ഹിജ്ർ അതിലെ 49-ാമത്തെ ആയത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിശേഷണം പ്രവാചകരോട് അറിയിക്കുകയാണ്. പ്രവാചക, നബ്ബി ഇബാദി, എൻ്റെ അടിയാറുകൾക്ക് താങ്കൾ പറഞ്ഞു കൊടുക്കണം ഞാൻ ആരാണ്. അന്നീ അനൽ ഗഫൂറുർ റഹീം, ഞാൻ ഏറ്റവും പൊറുക്കുന്നവനാണ്. ഈ വർത്തമാനം എൻ്റെ അടിയാറുകൾക്ക് പ്രവാചക താങ്കൾ പറഞ്ഞു കൊടുക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വർഗത്തിന്റെ അനുഭവങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം അർഹമുർ റാഹിമീനായ റബ്ബ് പ്രവാചകരോട് പറയുന്നതാണ് ഈ ആയത്തിൽ നാം മനസ്സിലാക്കുന്നത്. 7-ാം അധ്യായത്തിലെ 156-ാമത്തെ ആയത്തിലും കരുണാവാരുതിയായ റബ്ബിനെ സ്വയം വിശേഷിപ്പിക്കുന്ന ഒരായത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. വറഹ്മതീ വസിഅതു കുല്ല ഷൈഇൻ, എല്ലാ കാര്യങ്ങളിലും സർവശക്തനായ റബ്ബിന്റെ കാരുണ്യം അടങ്ങിയിരിക്കുകയാണ്. എല്ലാറ്റിലും സർവശക്തന്റെ കാരുണ്യം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് അള്ളാഹുവിന്റെ വിശേഷണമായി ഈ ആയത്തിൽ കൂടി കൃത്യമായി റബ്ബ് തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഷിർക്കിലും അതുപോലെയുള്ള തിന്മകളിലും വ്യഭിചാരത്തിലുമൊക്കെ മുഴുകിയിരുന്ന മക്കയിലെ മുശ്രിക്കുകൾ ചിലർ പ്രവാചകരുടെ അടുക്കൽ വന്നുകൊണ്ട് ചോദിച്ചു, ഞങ്ങൾക്ക് പാപമോചനമുണ്ടോ? ഇത്രയും തിന്മകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ റബ്ബിങ്കലേക്ക് അടുക്കുവാൻ മധ്യവർത്തികളെ വച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള ഞങ്ങൾക്ക് അല്ലാഹു തആല പുറത്തു തരുമോ? കൊടും പാതകമാണ് ഞങ്ങൾ ചെയ്തത്, മക്കളെ പോലും കൊന്നുകളഞ്ഞിട്ടുണ്ട്, ഒരിക്കലും നന്മയെന്ന് പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിലില്ല, ഞങ്ങൾക്ക് പാപമോചനമുണ്ടോ എന്ന് ചിലർ വന്നുകൊണ്ട് പ്രവാചകരുടെ സവിധത്തിൽ ചോദിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ആയത്ത് വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന അറിയിക്കുന്നതാണ്. സൂറത്തു സുമറിലെ 53-ാമത്തെ ആയത്ത്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ദുനിയാവിനേക്കാളേറെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരായത്താണ്, ഇതിനെ കവച്ചു വയ്ക്കുന്ന, എനിക്ക് സംതൃപ്തികരമായ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മറ്റൊരായത്തില്ല എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ നബിയിൽ നിന്നും ഉദ്ധരിക്കുകയാണ്. വിശ്വാസികളെ, ഏതാണ് ആ ആയത്ത്? ഖുൽ, നബിയെ പറയുക, തിന്മകളിൽ മുച്ചൂടും ആപതിച്ച ഈ മുശ്രിക്കുകളുണ്ടല്ലോ, അല്ലെങ്കിൽ ഈ സത്യവിശ്വാസികളുണ്ടല്ലോ, ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയി എന്നോട് പാപമോചനം തേടുവാൻ മടിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ സത്യവിശ്വാസികളായിട്ടുള്ളവരോട് പ്രവാചക പറഞ്ഞു കൊടുക്കുക, യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, നിങ്ങൾ പ്രതീക്ഷ കൈവിടരുത്. സ്വന്തം ദേഹത്തോട് പാപങ്ങൾ ഒരുപാട് ചെയ്തവരെ, കാരുണ്യവാനായ റബ്ബിന്റെ കരുണയെ തൊട്ട് നിങ്ങൾ നിരാശപ്പെടരുത്, അവനേറെ പൊറുക്കുന്നവനാണ് എന്നുള്ള അള്ളാഹുവിൻ്റെ കൃത്യമായ മറുപടി പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതി കേൾപ്പിച്ചു കൊടുക്കുകയാണ്. പടപ്പുകളെയെല്ലാം പടച്ചതിന് ശേഷം റബ്ബുൽ ആലമീൻ അർശിന്റെ മുകളിലുള്ള കിതാബിൽ എഴുതി വച്ചിരിക്കുകയാണ് എന്ന് മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസാണ്. ഇന്ന റഹ്മതി തഗ്ലിബു ഗളബി, എൻ്റെ കോപമെന്ന് പറയുന്ന എൻ്റെ കാരുണ്യം എൻ്റെ കോപത്തെ അതിജയിച്ചിരിക്കുകയാണ്. എൻ്റെ കാരുണ്യമാണ് ഏറ്റവും നിഴലിച്ചു നിൽക്കുക, എൻ്റെ കോപത്തെ അതിജയിക്കുന്നതാണ് എൻ്റെ കാരുണ്യമെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ല പറഞ്ഞതായി വിശ്വാസികളെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, പലപ്പോഴും ആ റഹ്മാനായ റബ്ബിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് വിശ്വാസികൾ എന്ന് പറയുന്നവർ പോലും നിരാശപ്പെടാറുണ്ട്. വയനാട് ദുരന്തത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട്, സമാനമായ എന്തെങ്കിലുമൊക്കെ പ്രകൃതി ദുരന്തത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് വല്ലാതെ മനസ്സ് വിങ്ങലിച്ചിട്ടുണ്ട്, മനസ്സ് നൊമ്പരപ്പെട്ടിട്ടുണ്ട്, വല്ലാതെ ബേജാറായിട്ടുണ്ട്. വിശ്വാസികളെ, നാം ഈ ലോകത്ത് കാണുന്ന ഒരുപാട് പടപ്പുകളുടെ കാരുണ്യമുണ്ടല്ലോ, ജന്തുക്കളുടെയും മനുഷ്യരുടെയും ജിന്നുകളുടെയും റബ്ബിൻ്റെ ഏതെല്ലാം സൃഷ്ടികളുണ്ടോ ആ സൃഷ്ടികളുടെ എല്ലാം കാരുണ്യം നാം കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുന്ന നാം മൂക്കത്ത് പലപ്പോഴും കൈവച്ചിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, ഈ ഭൂമിയിൽ കാണുന്ന ഈ കാരുണ്യമുണ്ടല്ലോ,
ഇന്ന ലില്ലാഹി മിഅത റഹ്മത്തിൻ അൻസല മിൻഹാ റഹ്മതൻ വാഹിദ. ഈ ഭൂമിയിൽ കാണുന്ന എല്ലാ കാരുണ്യവും റഹ്മാനായ റബ്ബിന്റെ 100-ൽ 1 മാത്രമാണ്. ബൈനൽ ജിന്നി വൽ ഇൻസി വൽ ബഹായിമി വൽ ഹവാമും ഫബിഹാ യതആതഫൂന വബിഹാ യതറാഹമൂന വബിഹാ തഅതിഫുൽ വഹ്ശു അലാ വലദിഹാ വഅഖറ അല്ലാഹു 99 റഹ്മതൻ യർഹമു ബിഹാ ഇബാദഹു യൗമൽ ഖിയാമ. മനുഷ്യരെ വിളിച്ചുകൊണ്ട് റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിക്കുകയാണ്, ഈ കാണുന്ന എല്ലാ പടപ്പുകളിലും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർ ചെയ്യുന്ന കാരുണ്യം. നമുക്കറിയാം, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഉദാഹരണം, ഒരു മൃഗത്തിന്റെ കുളമ്പ് തട്ടാതിരിക്കുവാനായിട്ട് അതിന്റെ തള്ള അതിന്റെ മക്കളോട് കാണിക്കുന്ന ആ ദയാവായ്പിനെ കുറിച്ച് പ്രവാചകർ പറയുകയാണ്. അതുപോലും അള്ളാഹുവിന്റെ കാരുണ്യമാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. വിശ്വാസികളെ, വയനാട് ദുരന്തത്തിൽ വല്ലാതെ പ്രയാസപ്പെട്ടു നിൽക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അവിടെയും ചില കാരുണ്യത്തിന്റെ ഇടപെടലുകൾ നാം കണ്ടു. കാട്ടാന കാരുണ്യമായി നിൽക്കുന്ന ആ ഒരു രംഗം, അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ മൃഗങ്ങളിലും കാരുണ്യമുണ്ട് എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ദൃഷ്ടാന്തമാണ് കാട്ടാനകൾ മനുഷ്യർക്ക് കാവൽ നിന്നതായിട്ട് തെളിവ് സഹിതം അതിൻ്റെ അനുഭവസ്ഥർ പുറത്തു പറയുമ്പോൾ അതിൻ്റെ നായകൾ യജമാനന്മാരോട് കാണിക്കുന്ന ആ ശുക്രനെ സംബന്ധിച്ച് കൃത്യമായി നാം അതിൻ്റെ അടയാളപ്പെടുത്തലുകൾ കണ്ടതാണ്. യജമാനനെ കാണാതെ 3 നേരം അന്നം കൊടുക്കുന്നതിൻ്റെ കാരണത്താൽ ആ യജമാനനെ കാണാതെ 2 ആഴ്ചകളായ ഭക്ഷണം പോലും കഴിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അലയുന്ന നായകളെ കുറിച്ച് വാർത്താ മാധ്യമങ്ങളിലൊക്കെ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യരും പരസ്പരം കാണിക്കുന്ന ദയ, കരുണ, വായ്പ്, മനുഷ്യരോട് കാണിക്കുന്ന ആ ദയയുടെ മൂർത്തീഭാവമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്രയെത്ര നൗഷാദുമാരാണ് പട്ടിണി കിടന്നാലും വേണ്ടില്ല വയനാട്ടിലുള്ള ആ പാവങ്ങൾ, അവർക്ക് ഉടയാട വേണം, അവരൊന്ന് ഉടുത്തോട്ടെ എന്നും പറഞ്ഞുകൊണ്ടുള്ള എറണാകുളത്തെ എത്രയോ നൗഷാദുമാർ, ടെക്സ്റ്റൈൽസുകൾ മുഴുവനും പാവങ്ങൾക്ക് വേണ്ടി കരുണാ വായ്പിന്റെ ഉദാഹരണമായി പത്രങ്ങളിൽ കൂടി നാം വായിക്കുകയാണ്. എത്രയെത്ര മാനുനാസർമാർ ജീവിതത്തിലെ മുഴുവൻ അവർക്ക് വേണ്ടി കൊടുക്കുന്ന രംഗങ്ങൾക്ക് നാം സാക്ഷ്യം വഹിക്കുകയാണ്. മദ്രസയിലും സ്കൂളുകളിലും പഠിക്കുന്ന കുട്ടികൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മുട്ടിയിൽ പണമിട്ടുകൊണ്ട് ഈ ദുരന്ത വാർത്ത അറിയുമ്പോൾ അതെല്ലാം പൊട്ടിച്ചിട്ടുകൊണ്ട് എനിക്കുള്ള ആഗ്രഹം പിന്നെ നടപ്പിലാക്കാം എന്നുള്ള ആ ഒരു ആഗ്രഹത്താൽ അതെല്ലാം വയനാട്ടിലേക്ക്, ദുരന്ത ഭൂമിയിലേക്ക്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് അയക്കുന്ന കരുണയുള്ള ചിത്രങ്ങൾ നാം എത്രയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് 165 കോടി രൂപയാണ്. ഇതെല്ലാം ആരാണ് സഹോദരങ്ങളെ? നമ്മെ പോലെയുള്ള മനുഷ്യരാണ്, അധ്വാനിക്കുന്നവരാണ്, ജീവിക്കുവാൻ വേണ്ടി പ്രവാസ ലോകത്തെ തിരഞ്ഞെടുത്തവരാണ്. എത്രയെത്ര പേർ, സാന്ദർഭികമായി പറയട്ടെ, നവോത്ഥാന പ്രസ്ഥാനമായ കേരള നദ്വത്തുൽ മുജാഹിദീനും അതിൽ നിന്നും പിന്നോക്കം പോയിട്ടില്ല. അവിടെ 50 വീടുകൾ പാവപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കുമെന്നുള്ള വാഗ്ദാനം നാം കണ്ടതാണ്. നമ്മുടെ ഈ മസ്ജിദ് റഹ്മാനിന്റെ ഗേറ്റിന് മുന്നിൽ അതിന്റെ ഫ്ലക്സ് കാണാം. കേരള നദ്വത്തുൽ മുജാഹിദീൻ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന കാരുണ്യ പ്രവർത്തനത്തിന്റെ ഉദാഹരണങ്ങൾ അവിടെ എഴുതി വച്ചിരിക്കുകയാണ്. അതിലേക്ക് നിങ്ങൾ QR സ്കാൻ കോഡ് നിങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങളാൽ കഴിയുന്നത് ആരും അറിയില്ല സഹോദരങ്ങളെ, അയക്കുന്നത് ആരും അറിയില്ല. അർശിന്റെ തണൽ ലഭിക്കുന്ന ഒരു വിഭാഗം ആരും അറിയാതെ സദഖ ചെയ്യുന്നവരാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. വിശ്വാസികളെ, യർഹമുർ റഹീമൂൻ, കരുണ ചെയ്യുന്നവരെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ പ്രവാചകർ പറയുകയാണ്, ആകാശത്തുള്ളവന്റെ കരുണ നിങ്ങൾക്ക് വേണമോ, ഇതുപോലെ മനുഷ്യർക്ക് നിങ്ങൾ കരുണ ചെയ്യണം എന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ്. വിശ്വാസികളെ, ഈ കാരുണ്യമെല്ലാം മനുഷ്യർക്ക് വേണ്ടി കാണിക്കുന്ന ഈ കാര്യങ്ങൾ, അതുപോലെ ജന്തുക്കൾ പോലും മനുഷ്യരോട് കാണിക്കുന്ന ഈ കാരുണ്യമെല്ലാം 100-ൽ 1 മാത്രമാണ് ഈ ലോകത്ത് റബ്ബുൽ ഇസ്സത്ത് സൃഷ്ടിച്ചിട്ടുള്ളത്. ബാക്കി 99 കാരുണ്യവും നാളെ പരലോകത്ത് റബ്ബിന് മാത്രം വഴിപ്പെട്ട് ജീവിച്ച നല്ലടിയാറുകൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുകയാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ആ കരുണയുള്ള റബ്ബ് കാരുണ്യം മുഴുവനും 99 ആഖിറത്തിലേക്ക് മാറ്റിവെച്ചുകൊണ്ട് ഈ കാണുന്നതെല്ലാം 100-ൽ 1 മാത്രമാണ് എന്ന് പഠിപ്പിച്ച വിശാലതയുള്ള കാരുണ്യത്തിന്റെ ഏറ്റവും വലിയ മൂർത്തീഭാവമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ തിന്മകൾ ചെയ്യുമ്പോൾ, നിങ്ങൾ ചെയ്യുന്ന ഈ അക്രമം കാണുമ്പോൾ, ഇതെല്ലാം കണ്ടും കേട്ടും ഞാൻ ഇരിക്കുകയാണ്, എന്നെക്കാളേറെ ക്ഷമിക്കുന്നവൻ വേറെ ആരുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ വഹയിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മാ അഹദുൻ അസ്ബറ അലാ അദ യസ്മഉഹു മിനല്ലാഹി തആല. എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മനുഷ്യരെ? പറയുവാൻ പാടില്ലാത്ത വാക്കുകൾ, കേൾക്കാൻ അറപ്പുള്ള വാക്കുകൾ, റബ്ബിനെ പോലും ഗാംഭീര്യം കുറഞ്ഞ വാക്കുകൾ കൊണ്ട് മുസ്ലിം നാമധാരികൾ പോലും പറഞ്ഞും കേട്ടും അതിനെ ന്യായീകരിച്ചും കൊണ്ട് ഇന്നത്തെ സോഷ്യൽ മീഡിയകളിലൊക്കെ എന്തൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. റബ്ബ് തആല പറയുകയാണ് അവന്റെ പ്രവാചകനിൽ കൂടി, അവന്റെ അടിമയായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ കൂടി വിശ്വാസികളെ ഉണർത്തുകയാണ്. അല്ലാഹുവിനെ പോലെ ക്ഷമിക്കുന്നവർ ആരുണ്ട്? എന്തെല്ലാമാണ് റബ്ബ് തആല കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നഹും യജഅലൂന ലഹു നിദ്ദാ. ആ റഹ്മാനായ റബ്ബിന് തുല്യന്മാരെ ഉണ്ടാക്കുന്നവർ എത്രയോ പേരുണ്ട്. വയജഅലൂന ലഹു വലദാ. അല്ലാഹുവിന് മക്കളുണ്ട് എന്ന് പറയുന്ന എത്രയോ കോടി പേർ ഈ ലോകത്ത് ജീവിക്കുകയാണ്. ഇന്നഹു യുശ്റകു ബിഹി. അല്ലാഹുവിൽ ശിർക്ക് ചെയ്യുന്ന എത്രയോ പേർ ഈ ലോകത്തുണ്ട്. വഹുവ മഅ ദാലിക യർസുഖുഹും വയുആഫീഹിം വയുഅതീഹിം. ഈ തിന്മകളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല ഒരിക്കലും പൊറുക്കാത്ത ശിർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവന് സന്താനമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ തിന്മകളെല്ലാം കണ്ടും കേട്ടും ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പോലും വയുആഫീഹിം യർസുഖുഹും വയുഅതീഹിം. അവൻ അന്നം നൽകുകയാണ്, അവൻ റിസ്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്, അവന് സൗഖ്യം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അവൻ ചോദിച്ചതും ചോദിക്കാത്തതുമെല്ലാം അത്തരം അടിയാറുകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന കാരുണ്യവാനായ റബ്ബിന്റെ വിശാലമായ റഹ്മത്തിനെ സംബന്ധിച്ചാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത്. സൂറത്തുൽ ഫാത്തിറിലെ അവസാനത്തെ ആയത്ത്, 45-ാമത്തെ ആയത്ത്, വലൗ യുആഖിദുല്ലാഹു الناس ബിമാ കസബൂ മാ തറക അലാ ളഹ്രിഹാ മിൻ ദാബ്ബ. മനുഷ്യൻ ചെയ്യുന്ന അക്രമങ്ങൾക്ക് ഉടനടി പിടികൂടുമായിരുന്നുവെങ്കിൽ ഈ ഭുവനത്ത് ഒരു ജീവിയും ബാക്കിയുണ്ടാവുകയില്ല. അത് റഹ്മാനായ റബ്ബിന്റെ കാരുണ്യമാണ്. വലാകിൻ യുഅഖിറുഹും ഇലാ അജലിൻ മുസമ്മാ. ഒരവധി വച്ചിട്ടുണ്ട്, ഒരവധി വച്ചിട്ടുണ്ട്. ശിർക്ക് ചെയ്യുന്നവർക്കും ഒരവധിയുണ്ട്, അല്ലാഹുവിന് വലതുണ്ട് എന്ന് പറയുന്നവർക്കും ഒരവധിയുണ്ട്. തിന്മകളെല്ലാം ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നവരെ അല്ലാഹുവിന്റെ ഒരജലെത്തുന്നത് വരെയും നിങ്ങൾ ഇവിടെ ജീവിക്കുക തന്നെ ചെയ്യും. ഫൈദാ ജാജലഹും, അതെത്തിക്കഴിഞ്ഞാലോ ഫഇന്നല്ലാഹ കാന ബിഇബാദിഹി ബസീറാ. അവന്റെ അടിയാറുകളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ് റബ്ബ് എന്ന് കൃത്യമായി പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന് ഏറ്റവും വലിയ കോപമുള്ള കാര്യം ഏതാണെന്നറിയുമോ സഹോദരങ്ങളെ? ഇത്തഖദർ റഹ്മാനു വലദാ. അല്ലാഹുവിന് മക്കളുണ്ട് എന്ന് പറയുന്ന ലഖദ് ജിഅ്തും ശൈഅൻ ഇദ്ദാ, ഗുരുതരമായ വാക്കാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തകാദു സമാവാതു യതഫത്തറന മിൻഹു വതൻഷഖൽ അർളു വതഹറുൽ ജിബാലു ഹബ്ദാ. ആകാശങ്ങൾ പൊട്ടിപ്പിളരുന്ന ഗൗരവമുള്ള വാക്കാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭൂമി വിണ്ടുകീറിപ്പോകുന്ന ഗുരുതരമായ വാക്ക്, പർവ്വതങ്ങൾ തകർന്നു വീഴുന്ന ഗുരുതരമായ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ, ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന റബ്ബ് തആല നിങ്ങൾക്ക് റിസ്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്.
നിങ്ങൾക്ക് സൗഖ്യം നൽകിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്? വിശ്വാസികളെ, കരയുകയാണ് വിശ്വാസികൾ. മടവൂരാണ് ഉടയവനെന്നും പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെ ചർവണമായിട്ടുള്ള വാർത്താ മാധ്യമങ്ങൾ ന്യായീകരിക്കുകയാണ് പലരും. അത് ആലങ്കാരിക പ്രയോഗമാണ്. മടവൂരായ പടച്ചോനാണോ ചോദിച്ചവനോട് നീ ചൊല്ല്, അതെ അതെ അത് മടവൂരാണ് ഞങ്ങളെ പടച്ചോൻ, അറിയണേ. നഊദു ബില്ലാഹി മിൻകും. അല്ലാഹുവിൽ അഭയം തേടുക വിശ്വാസികളെ, അല്ലാഹുവിൽ ശരണം തേടുക വിശ്വാസികളെ. ഇതേവരെയും പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? ഞങ്ങളെ ഇബാദത്ത് ചെയ്യുന്നില്ല, അല്ലാഹ് കൊടുത്ത കഴിവ് കൊണ്ടാ ഞങ്ങളൊക്കെ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ പുരോഹിതന്മാരിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട ഈ വിശ്വാസക്കാർ, ഈ ജാഹിലുകൾ ക്ഷമിക്കണം. ഇതിനേക്കാളും വേറൊരു വാക്കില്ല. അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ഞങ്ങളുടെ പടച്ചോൻ മടവൂരാണ് എന്ന് പച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഇന്നത്തെ ലോകത്തിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന റഹ്മാനായ റബ്ബിന്റെ ആ ദയാവായ്പുണ്ടല്ലോ, ആ കാരുണ്യമുണ്ടല്ലോ, എത്ര വിശാലമാണ് സഹോദരങ്ങളെ. കഴിഞ്ഞ ദിവസം വീണ്ടും പഴയത് തന്നെയാണ്. ഈ ശുഭ്രവസ്ത്രധാരികൾ പിഞ്ചു കുട്ടികളാണ്. അതാണ് സങ്കടം. വളർന്നു വരുന്ന 7ഉം 8ഉം വയസ്സുള്ള മദ്രസയിൽ ഹിഫ്ളുകൾ പഠിക്കുന്ന, ഖുർആൻ കാണാതെ പഠിക്കുന്ന കുട്ടികളെ കൊണ്ട് ഈ തലയെക്കെട്ട് കെട്ടിയ പുരോഹിതന്മാർ പാടിക്കൊണ്ടിരിക്കുകയാണ്: കാക്കണം ഞങ്ങളെ മടവൂരേ, നോക്കണം ഞങ്ങളെ മടവൂരേ, ഉങ്ങളെ തുണയില്ലാത്ത ഒരു തണലും ഞങ്ങളിലില്ല പൂങ്കവരേ. നഊദു ബില്ലാഹ്. ഇതൊക്കെ കേട്ടുകൊണ്ട് കരയുവാൻ വിശ്വാസികളെ നമുക്ക് സമയമായില്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന് എന്തോ പുഴുക്കുത്തുണ്ട് സഹോദരങ്ങളെ. പൊട്ടിക്കരയണം. ഈ ശുഭ്രവസ്ത്രധാരികളാണ്, തലയിൽ തലയെക്കെട്ടുണ്ട്, പ്രവാചകനുണ്ട്, ഋതുബാവിനെയാണ് അവർ സൂചിപ്പിക്കുന്നത്. അള്ളാഹു പഠിപ്പിച്ച ആദർശമല്ല, അള്ളാന്റെ റസൂൽ പഠിപ്പിച്ച അഖീദയല്ല. ഇവർ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തില്ല, ഇവർ പിഴച്ചവരാണ്. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതുപോലെ ആകാശത്തിന്റെ താഴെ വസിക്കുന്നവരിൽ ഏറ്റവും വൃത്തികെട്ടവർ ചില പണ്ഡിതന്മാരായിരിക്കും എന്ന് പഠിപ്പിച്ച മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കിനെ അനർത്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ തലയെക്കെട്ടുകാർ. വിശ്വാസികളെ, ഇതൊക്കെ പറയുമ്പോഴേക്കും കുറച്ച് വൈകാരികത പ്രകടമാണ്. കാരണം എന്താ? ഇത് അള്ളാഹുവിന് വേണ്ടിയുള്ള വൈകാരികതയാണ്. ഇത് അള്ളാന്റെ റസൂല് പഠിപ്പിച്ച ദീനിനെ കളങ്കപ്പെടുത്തുന്നവർക്കെതിരെയുള്ള വൈകാരികതയാണ്. വിശ്വാസികളെ, നാം കാണുന്നില്ലേ? ഇവർക്കെതിരെ ആരാ ഉരിയാടുക? ഇത്തരം തിന്മകൾ കണ്ടിട്ടും, ഇത്തരം നീചമായ പ്രവർത്തനങ്ങൾ കണ്ടിട്ടും അതിനെ ന്യായീകരിക്കുകയും അത് ആലങ്കാരിക പ്രയോഗമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ ന്യായീകരിക്കുന്ന പുരോഹിതന്മാരുടെ ഇടയിലാണ് നാം ജീവിക്കുന്നത്. റബ്ബിന്റെ ശിക്ഷ ഇതിനേക്കാളും വേറെ എന്താണുള്ളത് സഹോദരങ്ങളെ? അല്ലാഹുവിന്റെ ഇടപെടൽ ഉണ്ടായാൽ എല്ലാവരെയും പിടികൂടും. സുജൂദിൽ കിടക്കുന്നവരെ പോലും പിടികൂടുമെന്നാണ്. തൗഹീദുള്ളവരെ പോലും പിടികൂടും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഈ ദീനിനെ വികൃതമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ പുരോഹിതന്മാർ, മടവൂര് പറഞ്ഞു പോലും അനല്ലാ. ആര്? 30 വർഷം മുമ്പ് ചിറ്റടിമീത്തൽ അബൂബക്കർ എന്ന് പറയുന്ന ഒരു കോഴിക്കോട്ട് മാനസികമായിട്ടുള്ള ഒരു ഡിസോർഡറിൽ ജീവിച്ച ഒരു മനുഷ്യനാണ്. ക്രമം തെറ്റ് ജീവിച്ചു. അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമായിരിക്കാം, നാം അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ അദ്ദേഹത്തെ കുറിച്ച് ഈ പുരോഹിതന്മാർ എന്താ പറയുന്നത്? അനല്ലാ എന്ന് മടവൂർ പറഞ്ഞിട്ടുണ്ട് പോലും. നഊദു ബില്ലാഹ്. അത് അഡ്വാള അബ്ദുള്ള മുസ്ലിയാര് അതിന് സാക്ഷ്യം വഹിച്ചു പോലും. അത് പണ്ഡിതന്മാർ തമ്മിലുള്ള ചില ന്യായങ്ങളാണ് അനല്ലാ എന്ന് പറയുന്നത്. വിശ്വാസികളെ, അള്ളാഹുവിന്റെ ആ അദാബ് ഇറങ്ങുവാൻ വേറെ എവിടെ കാത്തിരിക്കണം വിശ്വാസികളെ? ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അല്ലാഹുവിനെ കുറിച്ചുള്ള ഒരു വിശേഷണമാണ്. അല്ലാഹു ഒരു കാര്യം ഉദ്ദേശിച്ചാൽ കുൻ എന്നൊരു വാക്ക് മാത്രം. സൂറത്തു യാസീനിലെ 82-ാമത്തെ ആയത്താണ്. അത് അല്ലാഹുവിന്റെ വിശേഷണമാണ്. അള്ളാഹുവിനുള്ള ഇതേ വിശേഷണം ഈ മുഹയ്യിദ്ദീൻ മാലയിൽ കാണാം. ഷെയ്ഖിനെ വകവെച്ചു കൊടുത്തിരിക്കുകയാണ്. എന്നുടയേകൾ ഉടയവൻ തൻ്റെകിൽ ആകെന്ന് ഞാൻ ചൊൽകിൽ ആകും അതെന്നോവർ.
ഞാനൊരു വസ്തുവിനെ കുൻ എന്ന് പറഞ്ഞാൽ അതുണ്ടാകും എന്ന് അല്ല പറഞ്ഞത് ഷെയ്ഖിനെ കുറിച്ച് ഇവർ പറയുകയാണ്. ഷെയ്ഖ് അവർകൾ ഒരു വസ്തുവിനെ നോക്കിയിട്ട് കുൻ എന്ന് പറഞ്ഞാൽ അതുണ്ടാകും. വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഈ ദീൻ, തൗഹീദിന്റെ പ്രോജ്വലമായിട്ടുള്ള വിശ്വാസത്തെ കെടുത്തിക്കളയുന്ന ഈ പുരോഹിതന്മാരുടെ ഇടയിലാണ് വിശ്വാസികളെ നാം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരമകാരുണ്യവാനായ റബ്ബിന്റെ ആ കാരുണ്യത്തെ കുറിച്ച് അറിയുന്നതോടൊപ്പം അറിയുക, ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, കഠിനമായി ശിക്ഷിക്കുന്നവനാണ് അല്ലാഹു. ഏറ്റവും രോഷമുള്ളവൻ ആരെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, ഏറ്റവും ഈർഷ്യതയുള്ളവൻ, ഏറ്റവും കോപമുള്ളവൻ അല്ലാഹയാണ്. ഇന്നല്ലാഹ തആല യുഗാർ, നിശ്ചയമായും അല്ലാഹു ഈർഷ്യതയുള്ളവനാണ്, കോപവും രോഷവും ഉള്ളവനാണ്. വഗൈറത്തുല്ലാഹി തആല അൻ യഅതിയൽ മർഉ മാ ഹറമല്ലാഹു അലൈഹി, ഒരു വിശ്വാസി ഹറാം ചെയ്യുമ്പോൾ അല്ലാഹുവിനുള്ള രോഷം പോലെ മറ്റൊരാൾക്കും ഉണ്ടാവുകയില്ലെന്നാണ്. ഒരു വിശ്വാസി ഒരു ഹറാം, ഒരു നിഷിദ്ധമായ ഒരു കാര്യം ചെയ്യുന്നത് റബ്ബ് തആല കാണുമ്പോൾ ഇതിനേക്കാളും രോഷപ്രകടനം നടത്തുന്ന മറ്റൊരു സാഹചര്യമില്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. 3 വിഭാഗക്കാരോട് അള്ളാഹുവിന് കഠിനമായ കോപമുണ്ട് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഗഫൂറുർ റഹീമുമായ കരുണക്കടലായ റബ്ബിനെ കുറിച്ച് അള്ളാഹിന്റെ റസൂൽ പറയുകയാണ്, ഏറ്റവും കോപമുള്ളവനാണ് അള്ളാഹു 3 വിഭാഗക്കാരോട്. സാന്ദർഭികമായ ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടാമത്തെ വിഭാഗം ആരാണെന്നറിയുമോ? വമുബ്തഗ ഫിൽ ഇസ്ലാമി സുന്നത്തുൽ ജാഹിലിയ്യ, ബിദ്അത്തിനെ വാരിപ്പുണരുന്നവൻ. ജാഹിലിയ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന തിന്മകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നവൻ, ബിദ്അത്ത് എന്ന് പറയുന്ന ആ കാര്യത്തെ വാരിപ്പുണരുന്നവൻ, ദീനിൽ അവൻ ബിദ്അത്തുകളെ കടത്തിക്കൊണ്ടുവരും. അത്തരം വിഭാഗക്കാരോട് റബ്ബ് തആലക്ക് ഏറ്റവും കോപമുള്ള കാര്യമാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. ലാ അഹദ ഗൈറു മിനല്ലാഹ്, അവനേക്കാളും രോഷമുള്ളവനും ധാർമ്മിക രോഷമുള്ളവൻ മറ്റാരുമില്ല എന്ന് മറ്റൊരു ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. 48-ാം അധ്യായം സൂറത്തുൽ ഫത്ഹിലെ 6-ാമത്തെ ആയത്ത്, വിശ്വാസികളെ, ഇന്നത്തെ ഖുത്ബയുടെ സന്ദേശമായി ഹൃദയത്തിൽ കൊത്തിവെച്ചുകൊണ്ട് അതിനെക്കുറിച്ച് ആലോചിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. റബ്ബിന്റെ കോപവും ശിക്ഷയും അവന്റെ അദാബുമുള്ളത് ആർക്കെന്നറിയുമോ? അള്ളാഹുവിനെ കുറിച്ച് തെറ്റായ ധാരണകൾ വച്ചു പുലർത്തുന്നവർ. നാം ഈ കേട്ടല്ലോ ഇവിടെ, ഉടയോനാരാ? അത് CM ആണ്. അള്ളാഹുവിനോട് ചോദിക്കുന്നത് പോലെ മറ്റുള്ളവരോടും ചോദിക്കാം. അള്ളാഹു കാണുന്നത് പോലെ CM മടവൂര് കേൾക്കും, കാണും, വിശ്വസിച്ചു കൊണ്ടിരിക്കുകയാണ്. റബ്ബിനെ കുറിച്ചുള്ള തെറ്റായ ധാരണ, അള്ളാഹുവിന്റെ ഗൗരവത്തെ കുറച്ചു കാണിക്കുന്നവർ. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ സമൂഹത്തോട് ചോദിച്ചതുപോലെ, മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ, അള്ളാഹുവിൽ ഒരു ഗാംഭീര്യവും നിങ്ങൾ കാണുന്നില്ലേ? അള്ളാഹുവിലേക്ക് ഇടയാളന്മാരെ വച്ചുകൊണ്ട് റബ്ബിങ്കിലേക്ക് തേടുവാൻ മഹാന്മാരെ വച്ചിരുന്ന നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമൂഹത്തിൽ ജീവിച്ചിരുന്ന ആ സമൂഹത്തെ നോക്കിക്കൊണ്ട് നൂഹ് നബിയുടെ ചോദ്യമാണ്, മാലക്കും, എന്തു പറ്റിയടോ നിങ്ങൾക്ക്? ലാ തർജൂന ലില്ലാഹി വഖാറ, അള്ളാഹുവിൽ ഒരു വഖാറും നിങ്ങൾ കാണുന്നില്ലേ? ഒരു ഗാംഭീര്യവും നിങ്ങൾ കാണുന്നില്ലേ? ഇന്നത്തെ ഈ പുരോഹിതന്മാരോടും ചോദിക്കണം, പുരോഹിതന്മാരെ, മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ, ഒരു ഗാംഭീര്യവും നിങ്ങൾ അള്ളാഹുവിൽ കാണുന്നില്ലേ? അള്ളാഹുവിനെ കുറിച്ചുള്ള തെറ്റായ ധാരണകൾ വച്ചു പുലർത്തുന്നവർ, അലൈഹിം ദായിറത്തുസ് സൗ, അവരുടെ മേൽ തിന്മയുടെ ഒരു വലയമുണ്ട്. വഗളിബല്ലാഹു അലൈഹിം, അവരുടെ മേൽ അള്ളാഹുവിന്റെ കോപമുണ്ട്. വലഅനഹും, അള്ളാഹുവിന്റെ ശാപം അവർക്കുണ്ട്. വഅദ്ദ ലഹും ജഹന്നമ വസാഅത് മസീറാ, നിന്ദ്യമായ നരകത്തെ അവർക്ക് ഒരുക്കി വെച്ചിരിക്കുകയാണ് എന്ന് കൃത്യമായ റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്. അവന്റെ കോപവും ശാപവും അവന്റെ ശിക്ഷയും ഏറ്റുവാങ്ങിയവർ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, അള്ളാഹുവിന്റെ റസൂലിന്റെ നിഴലായി ജീവിച്ച മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ,
അവരോട് ഉർവത്ത് ബിൻ സുബൈർ വന്നുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ് ഒരു വിഷയത്തെ സംബന്ധിച്ച്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അള്ളാന്റെ റസൂൽ ചെയ്തത് ഇന്നതാണെന്ന് കൃത്യമായി പറഞ്ഞു കൊടുത്തു. വന്ന ഉർവത്ത് ബിൻ സുബൈറിന് ഒരു സമാധാനക്കേട്. അത് ഉമർ അങ്ങനെയാണല്ലോ, അബൂബക്കർ ഇങ്ങനെയാണല്ലോ ചെയ്തത് എന്ന് പറയുമ്പോൾ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയുകയാണ്, ഉറാഹും സയഹ്ലികൂൻ, നിങ്ങൾക്ക് നാശമുണ്ടാകുന്നതിനെ ഞാൻ കാണുകയാണ്. അഖൂലു ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വയഖൂൽ നഹാ അബൂബക്കർ വഉമർ. ഞാൻ അല്ലാഹുവിന്റെ റസൂൽ ചെയ്തതെന്ന് പറയുമ്പോൾ നിങ്ങൾ അബൂബക്കർ ചെയ്തു, ഉമർ ചെയ്തു. നോക്കണം അതിന്റെ ഗൗരവം. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, വല്ലാഹി വമാ അറാകും മുൻതഹീന ഹത്താ യുഅദ്ദിബകുമുല്ലാഹ്, അള്ളാഹുവിൻ്റെ ശിക്ഷ പിടികൂടുന്നത് വരെ നിങ്ങൾ ഇതിൽ നിന്നും വിരമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തിനു വേണ്ടി? ഒരു സുന്നത്തിനെ കണ്ടുകൊണ്ട് അബൂബക്കർ ചെയ്തത് അങ്ങനെയല്ലേ, ഉമർ അങ്ങനെയല്ലേ ചെയ്തത് എന്ന് പറയുന്നവരോട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആകാശത്തിൽ നിന്നും റബ്ബിന്റെ ശിക്ഷ നിങ്ങളെ പിടികൂടും, അതുവരെയും നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. നുഹദ്ദിസുകും അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വതുഹദ്ദിസൂന അൻ അബീ ബക്കർ വഉമർ. അല്ലാഹുവിന്റെ റസൂൽ ചെയ്തത് ഇന്നതാണെന്ന് പറയുമ്പോൾ അബൂബക്കർ അങ്ങനെ ചെയ്തു, ഉമർ അങ്ങനെ ചെയ്തു. അങ്ങനെയാണല്ലോ തറാവീഹ് 8 3 11 അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണ്. അത് ഉമർ അങ്ങനെ ചെയ്തു, അബൂബക്കർ ഇങ്ങനെ ചെയ്തു. ഖുറാഫികളായി ഇന്ന് വരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്നോ മുവഹിദീങ്ങൾ എന്ന് പറയുന്നവർ പോലും അതിനെ ലഘൂകരിക്കുകയാണ്. അത് എങ്ങനെയുമാകാം. സാന്ദർഭികമായി പറയുക, സുന്നത്തിനെതിരെ കണിശമായ രീതിയിൽ സ്വഹാബികൾ കണ്ട ഒരു രീതിശാസ്ത്രമാണ് ഞാൻ ഈ പറയുന്നത്. വിശ്വാസികളെ, സുന്നത്തുകളെ അവഗണിക്കുന്ന ഒരു കാലത്ത്, അള്ളാന്റെ റസൂലിന്റെ ചര്യകളെ അവമതിക്കുന്ന ഒരു കാലഘട്ടത്ത് റബ്ബിന്റെ ശിക്ഷയെ നിങ്ങൾ ഭയപ്പെടണമെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് വിശ്വാസികളെ, വിശ്വാസിനികളെ, റഹ്മാനായ റബ്ബിന്റെ കാരുണ്യവും വിശാലതയും മനസ്സിലാക്കുന്നതോടൊപ്പം റബ്ബിന്റെ കോപവും ശിക്ഷയും പിടികൂടുക തന്നെ ചെയ്യും. അത്തരം ദുർഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ പെടുത്താതിരിക്കട്ടെ. അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നു കഴിഞ്ഞാൽ എല്ലാവരെയും പിടികൂടും. വിശ്വാസികളെ, വിശ്വാസിനികളെ, റഹ്മാനായ റബ്ബിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നാം നിരന്തരമായി റബ്ബിനോട് തേടാറുണ്ട്. കാരുണ്യത്തിൻ്റെ വിശാലമായ കവാടങ്ങൾ തുറന്നു തരയണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് നാം മസ്ജിദിൽ വലത് കാൽ വെച്ച് കയറുന്നത്. ആ കാരുണ്യം ഉള്ള ഉടയവൻ്റെ ആ റഹ്മത്ത് ലഭിക്കണമെങ്കിൽ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുക. റബ്ബിൻ്റെ ശിക്ഷ ലഭിക്കുമെന്നുള്ള ആ കാര്യത്തെ തൊട്ടെല്ലാം നിരന്തരമായി റബ്ബിനോട് കാവൽ തേടിക്കൊണ്ടിരിക്കുക. അത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.